ഇനി ഒരു ഘർ വാപ്പസിയുടെ കഥയിലേക്കാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുവള്ളിയിൽ ലീഗിന് കാര്യമായ പരിക്കുണ്ടാക്കി ലീഗ് വിട്ടയാളാണ് കാരാട്ട് റസാഖ്. അന്ന് ആ തെരഞ്ഞെടുപ്പിൽ വിമത ലീഗുകാരനായി മത്സരിച്ച് അവിടെ ജയിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷേ പിന്നീട് വന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാരാട്ട് റസാഖ് തോറ്റുപോയി. 5 വർഷത്തിന് ശേഷം മറ്റൊരു തെരഞ്ഞെടുപ്പ് മുഖത്ത് കാരാട്ട് റസാഖ് ലീഗിലേക്ക് തിരിച്ചു വരികയാണ്. അവിടെ സ്ഥാനാർത്ഥിയൊക്കെ ആയതിനു ശേഷമാണ് തിരിച്ചുവരവ്. അതുകൊണ്ട് വലിയ ഉപാധികളൊന്നും മുന്നിൽ വച്ചിട്ടില്ല. എങ്കിൽ കൂടിയും എന്ത് ഡീലാണ് എന്ന് വെച്ചാൽ എന്ത് ഓഫറാണ് കാരാട്ട് റസാഖിന് ലീഗ് നൽകിയതെന്ന് നമുക്കിപ്പോൾ അറിയില്ല. എന്തായാലും കാരാട്ട് റസാഖ് ലീഗിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഇന്ന് പാലക്കാട്ടെത്തി വീണ്ടും അംഗത്വമെടുത്തിരിക്കുന്നു. അപ്പോൾ ആ തിരിച്ചുവരവിന്റെ വാർത്തയിലേക്കാണ്. 2016 മുസ്ലിം ലീഗ് വിട്ട് കാരാട്ട് റസാഖ് ഇടതു സ്വതന്ത്രനായി കൊടുവള്ളിയിൽ അട്ടിമറി വിജയമാണ് നേടിയത്. 2021 മത്സരിച്ചെങ്കിലും MK മുനീറിനോട് പരാജയപ്പെട്ടു. കഴിഞ്ഞ കുറച്ചുകാലമായി CPM-ഉമായി അകൽച്ചയിലായിരുന്നു റസാഖ്. ചേർത്തുപിടിക്കുന്നതിൽ ഇടതുപക്ഷം പരാജയമെന്ന് കാരാട്ട് റസാഖ്. തറവാട്ടിലേക്ക് തിരിച്ചു വന്ന് മാതൃസംഘടനയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ലക്ഷ്യമുള്ളൂ. ബോർഡ് ചെയർമാൻ സ്ഥാനം തുടരും? അങ്ങനെ തുടരില്ല. ഇല്ല, രാജിവെക്കും. യാതൊരു ഉപാധിയുമില്ലാതെയാണ് റസാഖ് ലീഗിലേക്ക് വന്നതെന്ന് സാദിഖ് അലി തങ്ങൾ. ഒരു ഉപാധികളുമില്ലാതെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ഇനി അദ്ദേഹം മുസ്ലിം ലീഗിൽ സജീവമായി പ്രവർത്തിക്കും എന്ന് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് തരികയുണ്ടായി. ഏതായാലും അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. UDF ട്രെൻഡാണെന്ന് തെളിയിക്കുന്നതാണ് തിരിച്ചുവരവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഇപ്പോ ട്രെൻഡ് UDF-ന് അനുകൂലമാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. പണ്ട് കളിച്ച പോലെ കളിക്കാൻ കഴിയും എന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോ ഒഴുക്ക് ഇങ്ങോട്ടാണ്. അതേസമയം പ്രതീക്ഷിച്ചത് കിട്ടാത്തതുകൊണ്ടാകാം കാരാട്ട് റസാഖ് ലീഗിലേക്ക് തിരിച്ചുപോയതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്തോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ആ പ്രതീക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് പാർട്ടി നിന്നിട്ടുണ്ടാവില്ല. അതായിരിക്കും കാര്യം. അത്രയേ ഉള്ളൂ, അതിനെ കാണുള്ളൂ. ഞങ്ങളൊരു കാര്യം ഉറപ്പായിട്ട് പറയാം, ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരു പ്രശ്നവുമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല കാരണങ്ങൾ കൊണ്ട് ശ്രമിച്ച ആളുകളുണ്ടാവും. അവരെ പരമാവധി ഞങ്ങൾ പാർട്ടിക്കകത്ത് നിർത്താനാണ് ശ്രമിക്കുക. ഇന്ന് നടക്കുന്ന UDF കൺവെൻഷനിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്ന് കാരാട്ട് റസാഖ് പറഞ്ഞു. കണ്ണൂർ ബ്യൂറോയ്ക്കൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം. അപ്പോൾ മുസ്ലിം ലീഗിന് വലിയ ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകുന്ന ഒരു തിരിച്ചുവരവാണ്. പ്രത്യേകിച്ചും കൊടുവള്ളി, കുന്നമംഗലം മണ്ഡലങ്ങളിലെങ്കിലും കാരാട്ട് റസാഖിന്റെ തിരിച്ചുവരവ് ലീഗിന് ഗുണം ചെയ്യുമെന്നാണ് ലീഗ് കേന്ദ്രങ്ങളുടെ കണക്കുകൂട്ടൽ. 2016 ലീഗ് വിട്ട് വിമത സ്ഥാനാർത്ഥിയായി കാരാട്ട് റസാഖ് മത്സരിക്കുമ്പോൾ അവിടെ ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി MA റസാഖ് മാഷായിരുന്നു. റസാഖ് മാഷ് തോൽപ്പിച്ചാണ് അന്ന് കാരാട്ട് റസാഖ് LDF-ന്റെ പിന്തുണയോടുകൂടി MLA ആയത്. ഇപ്പോൾ വീണ്ടും ലീഗിലേക്ക് കാരാട്ട് റസാഖ് തിരിച്ചെത്തുമ്പോൾ അതേ MA റസാഖ് മാസ്റ്റർ കുന്നമംഗലത്ത് UDF-ന്റെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ രസകരമായ ചില കഥകൾ കൂടി അതിനോടൊപ്പം ചേർക്കാനുണ്ട്. അതാണിപ്പോ കാരാട്ട് റസാഖിന്റെ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട വാർത്ത.